നോവയുടെ കാര്യത്തിൽ അതിജീവനത്തിന് ആവശ്യമായ കുറഞ്ഞ വളർച്ച പോലും എത്താതെ 23-ാമത്തെ ആഴ്ചയിലായിരുന്നു ജനനം. കൂടാതെ ജനനസമയത്ത് അമ്മ സുജിഷയ്ക്ക് അണുബാധ ഉണ്ടായിരുന്നതും കുഞ്ഞിന്റെ അവസ്ഥ സങ്കീർണമാക്കി. ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതിനായി ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞിന് കൃത്രിമശ്വാസം നൽകി. പിന്നീട് 1 മാസത്തോളം NICUവിൽ വെന്റിലേറ്റർ സഹായത്തോടെ കൃത്രിമ ശ്വാസോച്ഛ്വാസം തുടരുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ അത്യാധുനിക നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ സംവിധാനത്തിലേക്ക് മാറ്റി. കുഞ്ഞിന് പോയിന്റ് ഓഫ് കെയർ എക്കോകാർഡിയോഗ്രാം, ന്യൂറോസോണോഗ്രാം എന്നിവ ചെയ്യുകയും ഹൃദയമിടിപ്പ് കുറവായതിനാൽ അത് നിലനിർത്തുന്നതിന് ആവശ്യമായ മരുന്നുകളും നൽകുകയും ചെയ്തു. നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്വന്തമായി ശ്വാസോച്ഛ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടെന്നും കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി മറ്റ് സപ്പോർട്ടുകൾ ഇല്ലാതെ മാതാവിനോടൊപ്പം സാധാരണ മുറിയിലാണ് കുട്ടി ഉള്ളതെന്നും ഡോക്ടർ റോജോ ജോയ് അറിയിച്ചു. അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നും ഡോക്ടർ വ്യക്തമാക്കി.